ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റു അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇന്നത്തെ എപ്പിസോഡിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം അർജുൻ ഇനി എന്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. അഞ്ജലിയും കൂട്ടി എങ്ങോട്ടേക്ക് പോകും? ശംഖചക്രത്തിലേക്ക് പോകുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? അഞ്ജലിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുമോ? അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അർജുൻ്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത് എന്ന്. എന്താണെങ്കിലും താൽക്കാലികമായി ചില കാര്യങ്ങൾ അർജുൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു പോം വഴി കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. എന്താണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാം കുഞ്ഞപ്പനും മധുവൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അത് കുഞ്ഞപ്പൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജലിക്ക് പോകാനായിട്ട് പറ്റിയില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ തമിഴ്നാട്ടിലുള്ള കോൺവെൻറ്റിൽ പത്മയുണ്ട് എന്നറിയുകയും അവിടെ നമ്മുടെ അർജുനും അഞ്ജലിയും കൂടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കല്യാണത്തിൽ പോകാൻ നമ്മുടെ അഞ്ജലിക്ക് പറ്റാതിരുന്നത്. എന്താണെങ്കിലും കുഞ്ഞപ്പനും മധുവൊക്കെ ഓട്ടോയിൽ തിരിച്ചെത്തിയിട്ട് അഞ്ജലിയുടെ വീടിന് മുറ്റത്തേക്ക് ചെല്ലുകയാണ്. അവർ അഞ്ജലിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ആ ഒരു സമയത്ത് ആദ്യം കാണുന്ന കാഴ്ച തന്നെ അവർക്ക് ഷോക്കായി പോകും. കാരണം അവിടെ നമ്മുടെ ആര്യ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ അർജുനും അഞ്ജലിയും ഇറങ്ങിപ്പോയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ആ ഒരു ഷോക്കിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ ആര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അവരാകെ ഷോക്കഡായി പോകും. അതും കുഞ്ഞപ്പറ്റൊക്കെ ആകെ ഷോക്കഡായി പോകും. എന്താണ് സംഭവിച്ചത്, എന്ത് പറ്റി? അവർ ഓടി വരും കേട്ടോ ആര്യ കരയുന്ന കണ്ടിട്ട്. അങ്ങനെ ആര്യയുടെ അടുത്തൊന്നും ചോദിക്കും, എന്താണ് ആര്യ, എന്ത് പറ്റി ആര്യ ചേച്ചി? അപ്പോൾ ആര്യ കാര്യങ്ങളെല്ലാം പറയുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അനുപമ വന്നിട്ട് നിങ്ങളെ ചതിച്ചു, അഞ്ജലി നിങ്ങളെ ചതിച്ചു, അവളൊരു രഹസ്യ കല്യാണം നടത്തി. അങ്ങനെ അനുപമ പറഞ്ഞ കാര്യങ്ങൾ പറയും. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ പറയും. അഞ്ജലിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, അവളെ മഴയത്ത് നിർത്തി. അങ്ങനെ അവസാനം പിറ്റേ ദിവസം അർജുൻ വരികയും അതായത് രാജീവ് വന്ന് അഞ്ജലിയുടെ കൂടെ ഒരുമിച്ചിരുന്ന കാര്യവും അവസാനം എന്നിട്ടും കാര്യങ്ങളും അഞ്ജലിയും അർജുനും പറഞ്ഞിട്ടും എന്നിട്ടും അഞ്ജലിയെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ട കാര്യങ്ങളെല്ലാം പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും അങ്ങനെ രക്തം തിളക്കിയാണ് നമ്മുടെ കുഞ്ഞപ്പൻ്റെയും മധുവിൻ്റെയൊക്കെ. അപ്പോൾ അവർ പറയണം ഇവരെന്ത് പരിപാടിയാണ് ശിവരാമൻ ചേട്ടൻ കാണിച്ചത്? അവർ വലിയ മകളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണോ കാട്ടുന്നത്? അപ്പോൾ ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശിവരാമനും ശ്യാമളയും അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ശിവരാമനും ശ്യാമളയും ഇപ്പോൾ അവരുടെ മനസ്സൊന്ന് ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചെയ്തത് തെറ്റായി പോയി, അഞ്ജലിനെ മഴയത്ത് നിർത്തി അതുപോലെ ഇറക്കി വിട്ടു. അതൊക്കെ ആ ഒരു ആവേശത്തിൽ ചെയ്തതാണെങ്കിൽ ഇപ്പോൾ അത് തെറ്റായി പോയി എന്ന ചില ചിന്തകളൊക്കെ അവർക്ക് വന്നു തുടങ്ങിയെന്ന് അവരുടെ മുഖത്ത് നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെ കുഞ്ഞപ്പനും അതൊക്കെ അകത്ത് കയറിച്ചാലും കുഞ്ഞപ്പൻ ചോദിക്കും, ശിവരാമൻ ചേട്ടനോട് എനിക്കിങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്ത് പണിയാണ് ശിവരാമൻ ചേട്ടാ ചെയ്തത്? അഞ്ജലിനെ നിങ്ങൾ ആ ഒരു മഴയത്ത് മുഴുവൻ നിർത്തിയല്ലേ? അവളോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റി? ഞങ്ങൾക്കുള്ള സ്നേഹം പോലും അവരുടെ അച്ഛനും അമ്മയെ നിങ്ങൾക്കില്ലല്ലോ. എന്താണെങ്കിലും ഇത് ശരിയല്ല ശിവരാമൻ ചേട്ടാ, നിങ്ങൾ ചെയ്ത് ഒരു രീതിയിൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ കുഞ്ഞപ്പ പറയും. പിന്നെ കുഞ്ഞപ്പ പറയും, എന്താണെങ്കിലും അവൾക്ക് ഞങ്ങൾ എന്തായാലും കൂട്ടായിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ മഴയത്ത് അവളെ നിർത്തി, ആ മരം ഒടിഞ്ഞ് വീണ അവളുടെ തലയിൽ വീണാൽ പോലും നിങ്ങൾ അവളെ നോക്കൂല, സമ്മതിക്കണം ശ്രീരാമൻ ചേട്ടാ. അങ്ങനെ പറഞ്ഞ് എന്താണെങ്കിലും അഞ്ജലിയുടെ അടുത്ത് ഞങ്ങൾ അവളെ നോക്കിക്കോളാം, നിങ്ങളുടെ ആരുടെ ആവശ്യമില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശിവരാമൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞപ്പനും മധുവൊക്കെ വേഗം അഞ്ജലി എവിടെയെന്ന് കണ്ടെത്താനായിട്ട് പോവുകയാണ്. ഇങ്ങനെ കുഞ്ഞപ്പനും മധുവൊക്കെ ഇങ്ങനെ വളരെ ഇതായിട്ട് പെരുമാറിയപ്പോൾ തന്നെ അവർ മാനസികമായിട്ട് തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. കാരണം തെറ്റായി പോയി എന്ന് അവർ ചെയ്തത് വളരെ തെറ്റായി പോയി എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അർജുനും അഞ്ജലിയും തമ്മിലുള്ള സീനാണ്. അർജുനാണെങ്കിൽ എങ്ങോട്ട് എന്നൊരു പിടുത്തമില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്നൊക്കെ. അർജുൻ്റെ മനസ്സിൽ പല കാര്യങ്ങളാണ്. അനുപമയുടെ അനീതിയാണ് അഞ്ജലി എന്നുള്ളൊരു സത്യം ഇപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ മൊത്തത്തിൽ താറുമാറായിട്ട് ഇരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോഴത്തേനും ജീപ്പ് ഇങ്ങനെ നിർത്തും. അഞ്ജലിയോട് പറയും, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അഞ്ജലി, നമുക്ക് തൽക്കാലം ഇപ്പോൾ അമ്പാടിയുടെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി നമുക്കറിയാം നമ്മൾ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ്, അഞ്ജലി മഴയത്ത് നിന്നാണ്, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീട്ടിലേക്ക് പോകാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അഞ്ജലി പറയും ശരി എന്നാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് അമ്പാടിയെ വിളിച്ച് കാര്യങ്ങൾ പറയണമല്ലോ. അങ്ങനെ അർജുൻ പുറത്തേക്ക് ഇറങ്ങും, അമ്പാടിയെ ഫോൺ വിളിക്കും കേട്ടോ. എത്ര നേരം ഫോൺ വിളിച്ചിട്ട് അമ്പാടിയുടെ ഫോൺ കിട്ടുന്നില്ല. അപ്പോൾ അർജുൻ ആലോചിക്കും, ഈശ്വര ഇവനിത് എവിടെ പോയി കിടക്കണം, ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ലോ, ഇവൻ ഈ ഫോണൊക്കെ ഓഫ് ചെയ്ത് ഇവൻ എങ്ങോട്ട് പോയി?
അങ്ങനെ അർജുനാകെ ടെൻഷനാകണം. അർജുനെ ആലോചിക്കണം, ഈശ്വര ഞാൻ എന്ത് ചെയ്യും, അഞ്ജലിയെ കൊണ്ട് ഇവളെയും കൂട്ടി ഞാൻ എങ്ങോട്ടേക്ക് പോകും, ശംഖചക്രത്തിലേക്ക് ചെല്ലാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല, അനുപമയുടെ അനിയത്തിയാണ് ഇത് എന്ന് അറിഞ്ഞ് എന്തൊക്കെ സംഭവിക്കും, ഒരിക്കലും നടക്കത്തില്ല, ഞാൻ എങ്ങനെ ഇവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അർജുൻ ആലോചിക്കുകയാണ്. ഒരു പോംവഴി നമ്മുടെ അർജുന് മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. അർജുൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജലിയും ഇറങ്ങി വരുന്നുണ്ട്. അഞ്ജലി ചോദിക്കുന്നത്, എന്ത് പറ്റി രാജീവ്, അമ്പാടിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? നമ്മുടെ അർജുൻ പറയും, ഇല്ല അവനെ കിട്ടുന്നില്ല, ഞാൻ ഒന്നുകൂടെ ഫോൺ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ അർജുൻ വീണ്ടും ഫോണൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലിയുടെ ഫോണിലേക്ക് അവളുടെ കോള് വരികയാണ്. ആരുടെ കോള്? അനുപമയുടെ. അനുപമ വിളിക്കുകയാണ്. അനുപമയ്ക്ക് അങ്ങനെ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, കാരണം അഞ്ജലിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലോ. അങ്ങനെ അനുപമയുടെ ഫോൺ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ച് അഞ്ജലി എടുക്കും കേട്ടോ. പക്ഷേ ഇതിനിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനിടയിൽ പലപ്പോഴായിട്ട് മധുവും നമ്മുടെ കുഞ്ഞപ്പനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഫോൺ കട്ട് ചെയ്ത് നമ്മുടെ അഞ്ജലി വിടുകയായിരുന്നു. കാരണം കുറ്റബോധമാണ് നമ്മുടെ അഞ്ജലിയുടെ ഉള്ളിൽ. അവരോട് നീ കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ, പിന്നെ അവരോട് എന്ത് മറുപടി പറയും, പിന്നെ മൊത്തത്തിൽ ഒരു നിരാശയാണല്ലോ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ. ആരോട് മിണ്ടാനൊന്നും പറ്റുന്നൊരവസ്ഥയല്ല നമ്മുടെ അഞ്ജലിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഫോൺ കട്ട് ചെയ്ത് കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അഞ്ജലിയും ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ മധുവും കുഞ്ഞപ്പനൊക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അഞ്ജലി എന്താണെങ്കിൽ ആ കല്യാണക്കാരി നമ്മൾ പറയാത്തത് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ അഞ്ജലി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മൾ എന്താണെങ്കിലും അഞ്ജലിയെ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടെന്ന് മധുവും കുഞ്ഞപ്പനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതങ്ങനെ സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ ഫോണിലേക്ക് അനുപമയുടെ കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അനുപമയുടെ ഫോൺ എടുക്കും. അനുപമ പറയാണ്, എന്തൊക്കെയുണ്ടടി, നീ വീട്ടിൽ നിന്ന് പുറത്തായല്ലേ, നീ രഹസ്യ കല്യാണം പോയി സമൂഹ വിവാഹം നടത്തിയല്ലേ. അപ്പോൾ അഞ്ജലി ആലോചിക്കും, ഇവളിത് എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ അഞ്ജലി ആലോചിക്കും. എന്നിട്ട് പറയുകയാണ് അനുപമ, അഡ്വക്കേറ്റ് രാഘവനോടിയുടെ മരുമകളുടെ ആശംസ നിൻ്റെ ഭർത്താവിനോട് പറഞ്ഞേരെ കേട്ടോ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ അഞ്ജലി ആകെ ഭ്രാന്ത് പിടിക്കും. അഞ്ജലി ഫോൺ കട്ട് ചെയ്ത് കളയും കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അമ്പാടി ഇവിടെ പോയി എന്ന്. അർജുൻ ഒരുപാട് തവണ വിളിച്ചിട്ട് അമ്പാടിയുടെ ഫോണിൽ കിട്ടുന്നില്ല. അമ്പാടി വേറെ എവിടെയും പോയിട്ടില്ല, വീട്ടിൽ ഇരുന്നിട്ടാണ് അമ്പാടിക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല. വേറെ എവിടെയല്ല, നമ്മുടെ പത്മയെ തേടി പോയിരിക്കുകയാണ്. പത്മയെ തേടിയല്ല, പത്മ എവിടെയാണെന്ന് അറിയാമല്ലോ, ഒരു ടാക്സി വിളിച്ച് പോയിരിക്കുകയാണ്. അതായത് പത്മയെ കാണാതെ ഇരിക്കാനായിട്ട് നമ്മുടെ അമ്പാടിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അടുത്ത് കാണുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ പത്മയും അമ്പാടിയും കൂടി പ്രണയം തുളുമ്പി സംസാരിക്കുന്ന കുറച്ച് സീനുകളാണ്. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. അമ്പാടി പറയുകയാണ്, നമ്മളെ ദൈവമായിട്ട് ഒന്നിപ്പിച്ചതാണ് പത്മയെ, ദൈവമായിട്ട് നമ്മൾ ഒന്നിപ്പിച്ചതാണ്. നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ വന്നെങ്കിലും നമുക്കിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് പറ്റിയിട്ടില്ലേ, നീ എൻ്റെ പെണ്ണാണ്, ദൈവമായിട്ട് എനിക്ക് നിന്നെ തന്നതാണ്. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ പത്മയ്ക്ക് ഒരുപാട് സന്തോഷവും. പത്മ പറയും, അതേ അമ്പാടി ചേട്ടാ, ദൈവം നമ്മുടെ കൂടെയുണ്ട്, എനിക്ക് അമ്പാടി ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ. നമ്മുടെ പത്മയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു എന്നൊക്കെ നമ്മുടെ അമ്പാടി പറയാണ്, നിന്നെ കാണാതായപ്പോൾ സത്യത്തിൽ എനിക്ക് ചാകാനായിട്ടാണ് തോന്നിയത് പത്മേ. അവസാനം രാജീവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അർജുനുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റിയത്. ഞാൻ സത്യം നീ ജീവനോടെ ഇല്ല, നിൻ്റെ ബോഡി എന്ന രീതിയിൽ പെൺകുട്ടിയുടെ ബോഡി കൊണ്ടുവന്നപ്പോൾ ഞാൻ ചത്ത് കളയുമെന്ന് ഉറപ്പിച്ചതാണ്. പക്ഷേ രാജീവ് അർജുനുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവനാണ് എന്നെ എല്ലാത്തിൽ നിന്നും അങ്ങനെ ഒരു വലിയൊരു അവസ്ഥയിലേക്ക് പോകാതെ എന്നെ സഹായിച്ചത്. പത്മ പറയുന്നുണ്ട്, എനിക്കറിയാം അമ്പാടിച്ചേട്ടൻ കാണാതായപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി, ഞാൻ എങ്ങനെയൊക്കെ ഇവിടെ എത്തി, ദൈവമായിട്ട് എന്തെങ്കിലും നമ്മളെ ഒരുമിപ്പിക്കാതിരിക്കത്തില്ല അമ്പാടിച്ചേട്ട. അങ്ങനെ അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതിനിടയിൽ സിസ്റ്ററൊക്കെ വരുന്നുണ്ട്, അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ. ഈ ഒരു സീൻ കുറേ ഉണ്ട്, അത് ഞാൻ അധികം പറയുന്നില്ല. എന്താണെങ്കിലും ഏറ്റവും അവസാനം ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്ന സീൻ എന്ന് പറയുന്നതാണ് കുറച്ച് ഡാർക്ക് സീൻ എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, അനുപമ അസ്വസ്ഥയാണ്. ഒരുപാട് സന്തോഷം ഒരു സൈഡിൽ ഉള്ളപ്പോഴും മറു സൈഡിൽ കുറച്ച് ടെൻഷനുണ്ട്. കാരണം അർജുൻ അഞ്ജലിയും കൂട്ടി ശംഖചക്രത്തിലേക്ക് വരുമോ എന്നുള്ളത്. അനുപമയാണെങ്കിൽ ആലോചിക്കുകയാണ്, ഈശ്വര അവളെയും കൂട്ടി അവൻ ഇങ്ങോട്ട് വരുമോ, അവൾ ഈ വീടിൻ്റെ പടി കടന്ന് വന്നു കഴിഞ്ഞാൽ അനുപമ പുറത്താകും, ഞാൻ പുറത്താകും, അതൊരിക്കലും ഉണ്ടാകാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ അവളിവിടെ കയറി വന്നതിന് അഭി ഉറപ്പായിട്ടും അവളുടെ പുറകെ പോകും. അതൊരിക്കലും സംഭവിക്കരുത്. ആരാണെങ്കിലും മുമ്പിൽ നിന്ന് നോക്കരുത്, കൂടപ്പിറപ്പുകളാണെങ്കിലും ആരാണെങ്കിലും. അവളിങ്ങോട്ട് കൊണ്ടുവരുന്ന അർജുൻ ഇല്ലാതാകണം, അവനെ ഇല്ലാതാകണം. വെറും ഇല്ലാതാകലല്ല, അവൻ്റെ മരണം തന്നെ സംഭവിക്കണം. ഇങ്ങനെ പറഞ്ഞ് അർജുനെ ഇല്ലാതാക്കാനുള്ള ഉറച്ചൊരു തീരുമാനം അനുപമ എടുക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡ് തന്നെ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. രാത്രിയിലെ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.